ഇപ്പോൾ നമ്മളിന്ന് തൊടുപുഴയിലാട്ടോ. തൊടുപുഴയിൽ ഒരു പാർക്കുണ്ട്. ആ പാർക്ക് കയറാൻ വേണ്ടി നമ്മൾ പോവാണ്. ഇതാട്ടോ പാർക്ക്. കണ്ടോ, പാർക്കിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ ആനയൊക്കെ വെക്കുന്നുണ്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആനയുണ്ട് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. പാർക്കിൻ്റെ എൻട്രൻസ് ആട്ടോ. അതെ, ഇതിൻ്റെ ഉള്ളിൽ കയറി പോകാം. ഒരു സിംഹത്തിൻ്റെ തലയുടെ ഉള്ളിൽ കയറി പോകാൻ പോലെ കേട്ടോ. വാ, കുഞ്ഞുനെയാണ് ആദ്യം കയറി പോകണേ. ഇതിനകത്ത് കയറുമ്പോൾ അത് വെയിലായതുകൊണ്ട് ആളുകളെ കുറവാണ്. എന്നാലും അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. പിള്ളേർ കളിക്കാനുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പുഴുവിൻ്റെ വായിൽ എന്താ ചടച്ച് വെച്ചേക്കുന്നത്, കംപ്ലൈൻ്റ് ആണ്. ആണതേ തൊട്ട് അടിപൊളി തൊടുപുഴ പുഴയുണ്ട് ഉണ്ടോ. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അതെ, ഇതാണ് നമ്മുടെ തൊടുപുഴ പാർക്ക് കണ്ടോ. പാർക്കിലെ കളി ഉപകരണങ്ങൾ 4 മുതൽ 12 വയസ്സുള്ള കുട്ടികൾ മാത്രം ഉപയോഗിക്കുക. പുഴയുണ്ട് ഇവിടെ, അടിപൊളിയാണ് പുഴ. നല്ല കാറ്റുണ്ട് പുഴയെന്നുള്ളതോ, അടിപൊളി. കുഞ്ഞുണ്ണി കിച്ചൻ വന്നപ്പോൾ തന്നെ ഇത് കയറി. പിള്ളേർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. അന്നേരം കുഞ്ഞു പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് നീണ്ട് കിടക്കുന്നുണ്ട് കുറേ കണ്ടത്. ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തേ കണ്ടോ മൊയിൽ. പിന്നെ ഇവിടെ ഒരു വലിയ കുളം പോലെയാണ്, സ്വിമ്മിംഗ് പൂൾ പോലെ. ഇപ്പോൾ വെള്ളം കുറവാണ്, വേനലായതുകൊണ്ടായിരിക്കും. അതെ, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി കളിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. ഇതാണ് നമ്മുടെ പാർക്ക് തൊടുപുഴയിലത്തെ ഉണ്ടോ. ഇവിടെ കറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പിള്ളേർക്ക് കയറി ആടാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ വരെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് പോകണല്ലോ. അടിപൊളി. കുട്ടികൾ കയറി നാടണല്ലോ, കൊള്ളാം. ഇതിലൂടെ പിള്ളേരെ കയറുന്നുണ്ട്. വലിയവർക്ക് ഊഞ്ഞാലും കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ്, പിള്ളേർക്കുള്ള ഉള്ളൂ കണ്ടോ. നമുക്ക് മരത്തിനുള്ളിൽ കുറച്ച് നേരം ഇരിക്കാം, നമുക്കിവിടെ വിശ്രമിക്കാം. പിള്ളേർ അവിടെ നിന്ന് കളിക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വിശ്രമിക്കാം. അടിപൊളി സീറ്റുണ്ട്, നല്ല മരമാണ്, മരത്തിൻ്റെ തണലത്തിരിക്കാം. ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് ഇവിടെ ഇരിക്കാൻ പോകാം. നമുക്കിവിടെ കയറുന്നതിന് 10 രൂപയാണ്. 10 വയസ്സിന് മേലോട്ടുള്ളവർക്ക് ടിക്കറ്റ് മതി, അല്ലാത്തവർക്ക് 10 രൂപയാണ് അവിടെ കയറാം. പാസ് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വന്നാൽ തിരക്കുറവാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കായിരിക്കും. നല്ല കാറ്റ്, പുഴയുള്ളതുകൊണ്ട് നല്ല കാറ്റ് വീശോ. പുഴയുടെ തല്ലിട്ട് പോകട്ടോ. അവിടെ കുറച്ച് നമുക്ക് പോകാം. അമ്മമാരെ അതിലൂടെ കയറി കളിച്ചുകൊണ്ടിരിക്കുക. കളി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് പോകാം. നമുക്ക് താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താഴെ പുഴയുടെ സൈഡിലോട്ട് പോകാം. ഇലക്ഷൻ്റെ അംഗമാണ് പുറത്ത് റോഡിലാണ് നടക്കുന്നത്. തൊഴിൽ ടൗണിൽ തന്നെയാണ്. അത് ഉണ്ടോ ഉണ്ടോ. ഇവിടെ ഓപ്പൺ ജിമ്മ് പോലത്തെ കുറേ സംവിധാനങ്ങളുണ്ട്. അത് കയറി നമുക്ക് പ്രവർത്തിക്കാം. രാവിലെ വന്നാൽ മതി. ഇവിടെ അങ്ങ് നടക്കാനുള്ള കുറേ സംവിധാനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പുഴയാണ് കണ്ടോ, തൊടുപുഴ പുഴ കണ്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. ഈ പാലത്തേക്കടെ പോകണ വണ്ടി കണ്ടോ, KSRTC. നല്ലൊരു കാഴ്ചയല്ലേ, അടിപൊളി. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വന്ന് ഇതുവരെ കാണിക്കട്ടോ. അത് കണ്ടോ. അത് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണലുണ്ട്. എന്നാലും തൊഴിൽ വരുമ്പോൾ ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് ഇവിടെ വരുമ്പോൾ നല്ല തണലുണ്ട്. കൊള്ളാം, ഇത് കൊള്ളാം, അടിപൊളി, രസമുണ്ട്. പുഴയിലെ വെള്ളം പാലത്തേക്ക് പോണ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കാം, അടിപൊളി. അതിൽ മുയൽക്കുട്ടന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, കുഞ്ഞുണ്ണി അവിടെ കിടന്ന് ഒരു അംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണി കണ്ടോ. ഇവിടെ കുളമൊക്കെ ഉണ്ട്, പക്ഷേ വേനലായതുകൊണ്ടൊക്കെ വറ്റി വരണ്ട് തവിടുകൂടിയൊക്കെ കിടക്കുക കണ്ടോ. ഗ്രാമ്പൂവിൻ്റെ മരം. ഇവിടെ നമുക്ക് എല്ലാവരും കയറാം കേട്ടോ. 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ എന്നാണ് ഞാൻ എഴുതിയേക്കണേ. അന്നേരം കുഴപ്പമില്ല, അടിക്കും. പേടിയാണ്, കിച്ചുക്കുട്ടൻ്റെ പേടിയാണ്. കിച്ചുക്കുട്ടൻ ഇപ്പോൾ ചാടി ഇറങ്ങാൻ മാത്രം. ചാടരുത്. പിന്നെ ഇവിടെ വെള്ളം കിടക്കുന്നുണ്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷെ വെയിലുമുണ്ട്, തകർന്ന് തരിപ്പണായിട്ടിരിക്കുന്ന എനിക്ക് കാണാണ്ടോ. മതിയായ മീനുകളുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ. കറുത്ത മീനുകളെ, വെള്ളേനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. റോഡ് പോകണുണ്ടോ ഉണ്ടോ. വെയിലായതുകൊണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കിടക്കും. സൈഡിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഉണ്ടോ, എന്നാ മീനാന്ന് എനിക്കറിയാൻ പാടില്ല. മരത്തിൻ്റെ ഇല കടി കിടക്കുന്നുണ്ട്. ഈ സൈഡിൽ വെച്ച് തണലുള്ളതുകൊണ്ട് എല്ലാ മീനുകളും ഇവിടെ വന്ന് കൂടി കിടക്കും. കണ്ടോ, നിറച്ച് മീനുകളാ. കണ്ടോ, ഇതിങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ അങ്ങോട്ട് കൂട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, ഒരു പാമ്പിനെയും മയിലൊക്കെ വെച്ചിട്ട് ഇടുക്കിയെന്നും പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇവിടെ ഈ തണലുള്ളിടത്തൊക്കെ മീൻ നടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണ്.
ആ പുൽത്തടിയിൽ പശുക്കുട്ടിയും ഒക്കെ വെച്ചാലുണ്ട്. അത് രസമുണ്ട്, കൊള്ളാം. മാന് എല്ലാം ഉണ്ട്. വലിയൊരു കുളം പോലത്തെ സംഭവം ഞാൻ പറഞ്ഞില്ല, കണ്ടോ? അതേ വെള്ളമില്ല, വെള്ളമൊക്കെ വറ്റി വരണ്ടെടുക്കുക, വേനലായത് കൊണ്ട്. കണ്ടോ, ഇത് സ്വിമ്മിംഗ് പൂളാണോ പിള്ളേർക്ക് കളിക്കാനുള്ള മറ്റേ ചവിട്ടനും ബോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് ഇല്ലയെന്നാണ് കേട്ടോ പറഞ്ഞത്, നമ്മൾ ചോദിച്ചായിരുന്നു. കണ്ടോ, ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണലുണ്ട് ഇവിടെ, കൊള്ളാം. അപ്പോൾ നമ്മുടെ തൊടുപുഴ പാർക്കിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ വരിക, വൈകിട്ട് വരും. ഉച്ചയ്ക്ക് വന്നപ്പോൾ ചൂടുണ്ട്, എന്നാലും മരത്തിനുള്ളിലൊരു വലിയ കുഴപ്പമില്ല. എന്നാലും ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട്. 10 രൂപ എൻട്രി ഫീസുള്ളൂ, നഷ്ടമൊന്നുമില്ല. ഈ കൊടും ചൂടത്തെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും. നല്ല ഒരു ആശ്വാസമാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങിയത് തന്നെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത്, വൈകിട്ടൊക്കെ വരുമ്പോൾ നിറച്ച ആളുകളായിരിക്കും. നമ്മുടെ കുഞ്ഞു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.